പെരുമ്പാവൂരിൽ ഉടൻ ബോംബ് പൊട്ടും. ഭയക്കണ്ട, നേരത്തെ പൊട്ടിയതാണ്, ഇപ്പോൾ ഒന്ന് ആഞ്ഞു പൊട്ടാൻ പോവുകയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശമാണോ എന്ന് നമ്മളിപ്പോൾ സംശയിക്കും. കാരണം അവിടെ ചുറ്റും അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വഴിയിൽ കിടന്ന അല്ലെങ്കിൽ കയറി വരുന്ന പിന്നെ എന്താ പറയുക, പിന്നെ പെണ്ണുപിടിയനെയും കഞ്ചാവ് വിൽപ്പനക്കാരനെയും പിന്നെ കൊലയാളിയെയും ഒക്കെ നമ്മൾ വിളിച്ച് കയറ്റി. ഇപ്പോൾ പെരുമ്പാവൂരുകാർ വല്ലാത്തൊരവസ്ഥയിലാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ വലിയ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ജനങ്ങൾ പറയുകയാണ്, കഞ്ചാവും പെണ്ണും പിന്നെ അത്തരത്തിൽ അതായത് കഞ്ചാവ്, മരുന്ന്, പെണ്ണ് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും 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 എന്ന് ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്. ഇത് കണ്ടത്തറ, പെരുമ്പാവൂരിലെ കണ്ടത്തറ മഹല്ല് മുസ്ലിം ജമാഅത്താണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് കയറ്റിയവരൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ പലപ്പോഴും, കാരണം എല്ലാ അതിഥി തൊഴിലാളികളെ അല്ല പറയുന്നത്, എല്ലാവരും ജീവിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ മലയാളികൾ ജീവിക്കാൻ വേണ്ടി ലോകത്തെ ഏതെല്ലാം ഭാഗങ്ങളിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലേക്ക് പലരും വരുന്നത്. പക്ഷേ ഈ വരുന്നവർ പെണ്ണുപിടിയന്മാരാണോ, കഞ്ചാവ് കച്ചവടക്കാരാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പിന്നെ കൊലയും ഒക്കെ നടത്തി വരുന്നവന്മാരാണോ, പിന്നെ പീഡന വീരന്മാരാണോ, കുട്ടികളെ ഉപദ്രവിക്കുന്ന, ഇതൊന്നും നോക്കുന്നില്ല നമ്മൾ. അതായത് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കണക്കുകൾ അനുസരിച്ച് നേരത്തെ ഏകദേശം 2 ലക്ഷത്തോളം പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളായിട്ടുള്ളവർ. ഇപ്പൊ ഇവര് ആസാം, പിന്നെ ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്. അതായത് കുറഞ്ഞ വേതനവും കൂടുതൽ സമയം ദീർഘനേരം ജോലിയും ചെയ്യും. അതാണ് ഈ അതിഥി തൊഴിലാളികളുടെ ഒരു പ്രത്യേകത എന്നാണ് ഇവർ പറയുന്നത്. പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഫ്ലൈവുഡിന്റെ വലിയ ശേഖരം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ബംഗാൾ കോളനി പോലെ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ വരെ ആയി പെരുമ്പാവൂർ. കാരണം അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ അവർ വീടൊക്കെ ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് ജനിച്ചതും വളർന്നതും പെരുമ്പാവൂരിലായിരിക്കും. പക്ഷെ ഈ അതിഥി തൊഴിലാളികളെ കാരണം ഇപ്പൊ ജീവിക്കാൻ കഴിയാതെ വന്നതോടെ പലരും അവിടെ നിന്ന് വീടും വസ്തുവൊക്കെ വിറ്റ് കാരണം അവിടെയൊക്കെ ഈ നല്ല വില പോലും ഇല്ല എന്നാണ് പറയുന്നത്. കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് പോകുന്നു എന്നാണ്, ആളുകൾ പലായനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത്ര ഒരു ഭീകരാവസ്ഥയാണ് പെരുമ്പാവൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ അതിഥി തൊഴിലാളികളിലെ സ്കിൽഡ് ജോബും അൺസ്കിൽഡ് ജോബും പോലെയുണ്ട്. അതായത് ഈ സ്കിൽഡ് ജോബിന് ഒരു ദിവസം 900 മുതൽ 1200 രൂപ വരെയാണ് ശമ്പളം. അൺസ്കിൽഡ് ജോബിന് 600 മുതൽ 1000 രൂപ വരെയാണ് ശമ്പളം. ഒരു റൂമിലൊക്കെ 6 മുതൽ 10 വരെയുള്ള ആളുകൾ. അപ്പൊ ഏത് രീതിയിൽ ഇവർ അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ളത് ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്നവർ മുതലെടുക്കും. അതുകൊണ്ട് മറ്റേ മലയാളികളെ പോലെയല്ല. മലയാളികൾക്ക് ഇപ്പൊ രാവിലെ 9 മണിക്ക് കയറിയാൽ വൈകിട്ട് 5 മണിയാകുമ്പോൾ ഇറങ്ങുക, അല്ലെങ്കിൽ 8 മണിക്ക് കയറി 5 മണിയാകുമ്പോൾ എന്തായാലും ഇറങ്ങി. ഇതിനിടയ്ക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ റെസ്റ്റ് വേണം, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ആഹാരം കഴിച്ചതിന് ശേഷം റെസ്റ്റ് വേണം, പിന്നെ വൈകിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു റെസ്റ്റ്. അങ്ങനെ ഇതിൽ റെസ്റ്റ് എല്ലാം 2 മണിക്കൂർ പോകും, പിന്നെയുള്ള ജോലിയാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ കുഴി തോണ്ടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിൽ എന്താ ജോലിക്കള്ളന്മാരായി പലരും മാറിയപ്പോഴാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്തി. ഇവർ ആഹാരം കഴിച്ചില്ലെങ്കിലും തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദീർഘനേരം അങ്ങ് ജോലി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ ഇവരാണ് ലാഭം എന്ന് മനസ്സിലാക്കി ഇപ്പൊ ഇവർ മാത്രമേ, ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കയറിയാലും അതിഥി തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ പോയാലും, നമ്മൾ എന്ത് കാര്യത്തിന് എവിടെ പോയാലും അതിഥി തൊഴിലാളികളെ കൊണ്ട് ഇത് നമ്മൾ വിചാരിക്കും ഇത് കേരളമാണോ, അല്ലെങ്കിൽ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നമ്മൾ എത്തിയോ എന്നുള്ള ഒരവസ്ഥയായി പോകും. ഈ പെരുമ്പാവൂരിലെ SBI ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ ലഹരി ഉപയോഗമുണ്ടെന്നും ആരോപിക്കുന്നുണ്ട്. പകൽ പോലും പൊതുസ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയാണുള്ളത്. കഞ്ചാവ് മുതൽ ഹെറോയിൻ, ലാസലഹരി വരെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന കേന്ദ്രമായി പെരുമ്പാവൂർ മാറിയിരിക്കുന്നു എന്നാണ്. ഇതിനെ തുടർന്നാണ് ലഹരി വിരുദ്ധ സമിതി രൂപീകരിച്ച് പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ടെങ്കിലും ഇവിടേക്ക് എത്തുന്ന ലഹരിയുടെ അളവ് കൂടുതലാണെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട്. കാലടി പോലീസ് സ്റ്റേഷനിലെ ഈ അടുത്ത സമയത്ത് കാലടി പോലീസ് സ്റ്റേഷനിലെ CPO KA സുബീറിനെ എറണാകുളം റൂറൽ SP ആയിരുന്ന M ഹേമലത സസ്പെൻഡ് ചെയ്തിരുന്നു. അതായത്
പിന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭായി കോളനിയിലുള്ള സുബീറിന്റെ അടുത്ത ബന്ധുവിന്റെ പേരുള്ള കെട്ടിടത്തിൽ നിന്ന് പെരുമ്പാവൂർ പോലീസ് 9.5 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തെ തുടർന്നായിരുന്നു നടപടി. ജാഗ്രതാക്കുറവ് കാരണമെന്ന് വിലയിരുത്തി അതേ മാസം കോളനിയിലെ മറ്റൊരു വീട്ടിൽ നിന്ന് എക്സൈസ് 10 ലക്ഷം രൂപ വിലമതിക്കുന്ന 66 ഗ്രാം ഹെറോയിനും നോട്ടെണ്ണ മെഷീനും 9.33 ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു. ഈ കേസിൽ സുബീറിന്റെ പേരിൽ ആരോപണം ഉയർന്നു. സലീന അലിയാർ എന്ന സ്ത്രീയെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ആലോചിച്ച് നോക്കണം, ഈ പെരുമ്പാവൂരിന്റെ ഒക്കെ ഒരു അവസ്ഥ. അവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ ഉണ്ടാവാം, പിന്നെ ആ പെൺകുട്ടികൾക്കൊക്കെ എന്ത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇവർക്കൊക്കെ എന്ത് സുരക്ഷിതമാണ് ആ സ്ഥലങ്ങൾ. ഇപ്പൊ ഈ കേരളത്തിലെ ഒരു സ്ഥലത്തും സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിച്ചേ പറയാൻ പറ്റൂ. പക്ഷെ എങ്കിൽ പോലും ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപക്ഷെ ഇത്രയും അതിഥിത്തൊഴിലാളികളെ കാണാൻ കഴിയില്ല നമുക്ക്. അതുപോലെ കൊല്ലം, ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ നന്നായിട്ട് ജോലി ചെയ്യും. നമ്മൾ ഇവരെ കുറിച്ച് പിന്നെ മോശം പറയുക അല്ലെ കുറ്റം പറയുക ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതി അല്ല ഇവർ പിന്തുടർന്ന് കൊണ്ടുപോകുന്നത്. കാരണം ഇവർക്ക് ഒന്നിനോടൊരു സെന്റിമെന്റ്സ് ഇല്ല, പിന്നെ എന്താ അറ്റാച്ച്മെന്റ് ഇല്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ആലുവയിലെ ഒരു 5 വയസ്സായ കൊച്ചിനെ മുട്ടായി വാങ്ങി കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അതിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഒടിച്ച് മടക്കിയാണ് ചാക്കി കയറ്റിക്കൊണ്ട്. അതുപോലെ എത്ര കാര്യങ്ങൾ. ഇപ്പോൾ പെരുമ്പാവൂരിലെ ജിഷയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? അതും ഒരു അതിഥിത്തൊഴിലാളിയാണ്, ഗോവിന്ദചാമി, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വൃത്തികെട്ടവനാണ്. സൗമ്യ കൊലക്ക്, അങ്ങനെ എത്ര ഇപ്പൊ മലയാളികൾ എല്ലാവരും നല്ലവരാണ് എന്നല്ല പറയുന്നത്, കേരളത്തിലുള്ളവരെല്ലാം നല്ലവരാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഇവരെങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. പോലീസൊക്കെ അങ്ങ് ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂര് നമുക്കവിടെ പോയാൽ ഒരു ഹോട്ടലിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും തോന്നൂല. അത്രയും വൃത്തിഹീനമായ സ്ഥലമായിട്ടൊക്കെയാണ് പെരുമ്പാവൂരിനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് രാവിലെയാണ് പോകുമ്പോൾ പോലീസിന്റെ പിന്നെ എന്താ ചെക്കിങ് നടക്കുകയാണ് പല ഈ ചെറിയ മാർക്കറ്റുകളിൽ. ഈ ഞായറാഴ്ചയാണ് ഇവർക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ ലഹരി വിൽപ്പന അല്ലെങ്കിൽ അത്തരത്തിൽ ഈ അവിടെ നിന്ന് വന്നിട്ട് കേരളത്തിലെ പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട് ഇവിടെ കുടുംബം. പക്ഷെ ഇവരുടെ പിന്നെ സ്ഥലങ്ങളിൽ ഇവർക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാകും. ഇതിവിടെ ആരും അറിയുന്നില്ല. അപ്പൊ അത്തരത്തിൽ കുറെ തട്ടിപ്പുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പോയ സമയത്ത് പോലീസ് നമ്മളോട് ഈ ക്യാമറയും മൈക്കും ഒക്കെ കണ്ടപ്പോൾ പോലീസ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു സെർച്ചിന് ഇറങ്ങിയതാണ്, നിങ്ങളുടെ ഈ മൈക്കും ഇതൊക്കെ കാണുമ്പം ഇവർക്കത് കാര്യം മനസ്സിലാവും, ഇപ്പം ഇവർ ഓടാൻ സാധ്യതയുണ്ട്, അപ്പം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളതൊക്കെ അവരുടെ ജോലിയാണ്, അവരത് ചെയ്യട്ടെ, നമ്മളത് ശല്യപ്പെടുത്താൻ പോകുന്നത് ശരിയല്ല. അപ്പം നമ്മളതൊക്കെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ആളുകളുടെ കുറച്ച് ബൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പല ബിൽഡിങ്ങിന്റെ അടിഭാഗങ്ങളിലും ഈ പിന്നെ ഇടവഴികളിലും പിന്നെ എന്താ പറയുക ഈ വലിയ ആൾ താമസമില്ലാത്ത വലിയ ഭാഗങ്ങളിലൊക്കെ ഒരു 6-7 പേര് അങ്ങ് കൂടിയിരുന്നിട്ട് ഈ ലഹരി ഇടപാടുകളാണ് നടത്തുന്നത്. പലയിടത്ത് സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ പെരുമ്പാവൂരിലെ ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. പിന്നെ എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കൂലല്ലോ. എത്ര അതിലെ തൊഴിലാളികൾ വന്ന് ഇവിടെ എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ നടത്തിയാൽ ഇവിടെ അതൊന്നും പിന്നെ എന്താ പറയുക, കുറച്ച് അവൾക്കൊപ്പം അല്ലെങ്കിൽ കുറെ മെഴുകുതിരികൾ കത്തിക്കും, കുറെ പിന്നെ ചർച്ചകൾ നടത്തും, റേറ്റിംഗ് കിട്ടുമ്പം ചാനലുകാരെ വഴിക്ക് പോയി ഇതൊക്കെ തീരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഉദ്യോഗസ്ഥരോടാണ് ഈ 1 ലക്ഷം പേരൊക്കെ വരുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവന്മാരെങ്ങനെ പ്രവർത്തിക്കും, എന്ത് ചെയ്യും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ ജാഗ്രത കുറവ് കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യരുത്. തീർച്ചയായിട്ടും ഇത്തരക്കാരിൽ നിന്ന് കൃത്യമായ നടപടികൾ ഇത്തരക്കാർക്കെതിരെ എടുക്കണം. പെരുമ്പാവൂർ അടക്കമുള്ള അതിഥി തൊഴിലാളികൾ അധികമായി കൂടി താമസിക്കുന്ന സ്ഥലങ്ങളെ രക്ഷിക്കാൻ കൂടി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയട്ടെ.